ശരത്തെ ഇന്നത്തെ ഹോട്ട് ടോപ്പിക് ശശി തരൂരാണെന്നാണ് എൻ്റെ അഭിപ്രായം. കാര്യം ശശി തരൂർ കുറേ നാളായിട്ട് അസ്വസ്ഥനായിരുന്നു. പ്രത്യേകിച്ച് കോൺഗ്രസിൽ ഈ ശശി തരൂരിന് വേണ്ടുന്ന തരത്തിലൊരു പ്രാധാന്യം പ്രാതിനിധ്യവും കിട്ടിയിട്ടില്ല. അപ്പോൾ അദ്ദേഹം കുറച്ച് നാളായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു അജിറ്റേഷൻ, ഒരു ഈർഷ്യ അതിങ്ങനെ പല സമയങ്ങളായി കാണിച്ചിരുന്നെന്ന് മാത്രമല്ല, കുറച്ചുകൂടി BJP ചായ്വിലേക്ക് വരുന്ന മോദിയെ കുറച്ചുകൂടി പ്രശംസിക്കുന്ന തരത്തിലേക്ക് വന്നിരുന്നു. ഏറ്റവും ഒടുക്കം ഈ സർവകക്ഷി സംഘം, അതായത് എന്താണ് പാകിസ്ഥാന് ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ തുറന്നു കാണിക്കാൻ കേന്ദ്ര സർക്കാർ ഒരു സംഘം രൂപീകരിച്ചിരിക്കുന്നു. അതിൽ പ്രധാനപ്പെട്ട, അതായത് നയിക്കാനുള്ള നേതാവെന്ന രീതിയിൽ ശശി തരൂരിനെ മോദി സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു. എന്താണ് ഒബ്സർവേഷൻ? ഇതിപ്പോ ശശി തരൂരിന് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഏറ്റവും കൂടുതൽ സംയമനമുള്ളൊരു വ്യക്തിയായിട്ടാണ് കണക്കാക്കുന്നത്. കാരണം അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നിട്ടുള്ള പാർട്ടിയിൽ വന്നതിന് ശേഷം എനിക്ക് തോന്നുന്നു 2009, 2008 കാലഘട്ടം മുതൽ തന്നെ അദ്ദേഹം ഒറ്റപ്പെട്ടൊരവസ്ഥയായിരുന്നു. ഇപ്പോൾ എതിരാളികളിൽ നിന്നേക്കാൾ സ്വന്തം പാർട്ടിയിൽ നിന്ന് മുറിവേറ്റ ഒരാൾ കൂടിയാണ്. അതായത് ആ സമയത്ത് തന്നെ മലയാളം ഒഴുക്കോടെ സംസാരിക്കാൻ അറിയില്ല, കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം അറിയില്ല എന്നൊക്കെ പറഞ്ഞ് സ്വന്തം പാർട്ടിയിൽ നിന്ന് പോലും ഒറ്റപ്പെടുത്തുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു ശശി തരൂരിന്. അവിടെ നിന്നാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ നമുക്ക് മനസ്സിലാവും അദ്ദേഹത്തിന്റെ ഒരു വിദ്യാഭ്യാസവും അദ്ദേഹത്തിന്റെ ആഴത്തിലുള്ള അറിവും വെച്ചിട്ടാണെങ്കിൽ ഇതിനും അപ്പുറമുള്ള സ്ഥാനമാനങ്ങൾ കിട്ടേണ്ടതുണ്ട്. ഈ ഒരു കാലയളവ് നമുക്കൊരു ചെറിയ കാലം, ഒരു 10-14 വർഷമായിട്ട് അദ്ദേഹം തിരുവനന്തപുരത്ത് തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇതിനിടയിൽ തന്നെ കേന്ദ്ര വിദേശകാര്യമന്ത്രിയായിട്ടൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. എന്നാൽ പോലും പൊട്ടൻഷ്യൽ നല്ല, പക്ഷെ കോൺഗ്രസിന് ഇത് വേണ്ട വിധത്തിൽ ഉപയോഗിക്കാൻ സാധിച്ചോ എന്നൊരു സംശയം ഉണ്ടായിട്ടുണ്ട്. കോൺഗ്രസിന് ആരെയാണ് ഉപയോഗിക്കാൻ സാധിക്കാന്നുള്ളത് 2-3 കാര്യങ്ങൾ. ഒന്ന്, പാർട്ടികൾക്കുള്ളിൽ തന്നെ അതിനുള്ളിൽ തന്നെ ചെറു ഗ്രൂപ്പുകൾ ആ രീതിയിൽ ഇങ്ങനെ എന്താ പറയാ നാരുവേര് പടലങ്ങൾ പോലെയാണ് കോൺഗ്രസ്. കോൺഗ്രസിന് ഒരു ഏകതാനതയില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. മാത്രമല്ല ഗാന്ധി കുടുംബം എന്ന തരത്തിലുള്ള ഒരു അപ്രമാദിത്വം. അപ്പം കഴിവുകളൊക്കെ ഒരു സൈഡിൽ മാറ്റിയാലും കോൺഗ്രസിന്റെ നേതൃപദവിയിലേക്ക് വരാനുള്ള ഒരാൾക്കുള്ള ക്വാളിറ്റിയായി അവർ കാണുന്നത് എപ്പോഴും ഗാന്ധി കുടുംബമുണ്ടോ, പേരിനൊപ്പം ഗാന്ധി ഉണ്ടോ. ശരത്തിന്റെ കൂടെ ശരത് ഗാന്ധി എന്നുണ്ടായിരുന്നെങ്കിൽ കോൺഗ്രസിന്റെ ലീഡർഷിപ്പിലേക്ക് ശരത്തിന് പോകുന്നത്. അതാണ് ആ ഒരു തരത്തിലുള്ള അവർ എത്രയും നാളായി പഠിച്ചിട്ടില്ലാത്ത കോൺഗ്രസ്. അതായത് കോൺഗ്രസ് ഇനിയിപ്പോൾ തകരാനൊന്നുമില്ല. കാര്യം ഇന്ത്യ സഖ്യ മുന്നണി വരെ കഷ്ടപ്പെട്ട് അതും കൂടി ഇല്ലെങ്കിൽ ഇനിയും കോൺഗ്രസ് ഇല്ല എന്നൊരവസ്ഥയിൽ നിൽക്കുന്ന കോൺഗ്രസ് ഇതൊന്നും പാഠം പഠിക്കാതെ ശശി തരൂരിനെ പോലെ ഒരാളെ അവരുടെ കൂട്ടത്തിൽ നിർത്തിക്കൊണ്ട് അയാളുടെ കേപ്പബിലിറ്റീസിനെ ഉപയോഗിക്കാൻ സാധിക്കാതെ, അതിൻ്റെ പൊട്ടൻഷ്യൽസിനെ മനസ്സിലാക്കാതെ, അതായത് ശശി തരൂരിൻ്റെ ഒരു ക്വാളിറ്റി ആയിട്ട് അദ്ദേഹത്തിൻ്റെ പല പൊളിറ്റിക്കൽ വ്യൂവേഴ്സിനും എനിക്ക് വ്യക്തിപരമായ വിയോജിപ്പുകളൊക്കെ ചിലതൊക്കെ ഉണ്ട്. അതായത് 1-2 പുസ്തകങ്ങൾ, YM ഹിന്ദു പോലുള്ള കുറച്ച് പുസ്തകങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളുടെ വ്യക്തിപരമായ വിമർശനങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇറ്റ്സ് എ ഗുഡ് പൊളിറ്റീഷ്യൻ. ഒരു അക്കാഡമിക്സ് കൂടിയുള്ള വളരെ മികച്ച അക്കാഡമിക്സ് ഉള്ള യൂണിയൻ അണ്ടർ സെക്രട്ടറിയെ വർക്ക് ചെയ്തിരുന്ന അത്രയും പൊട്ടൻഷ്യൽ ഒരാളൊരു രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ അയാളെ കോൺഗ്രസ് ഉപയോഗിക്കേണ്ടെന്ന് കേവലം എന്തെങ്കിലും പ്രവർത്തക സമിതി യോഗത്തിന്റെ അല്ല കരയോഗം പ്രസിഡന്റ് പോലെ ആക്കിക്കൊണ്ടൊന്നും ആയിരുന്നില്ല. അതൊന്നും ചെയ്യാതിരുന്ന അദ്ദേഹം കുറെ നാളിങ്ങനെ സഹിക്കും. കുറച്ച് വർഷമായി എന്താ പറയുക, തിരുവനന്തപുരത്ത് MP മാത്രമായി ചുരുങ്ങുന്ന ഒരു കാലം. അപ്പം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം സത്യത്തിൽ എന്താ പറയുക, ഒരു ഉപരാഷ്ട്രപതി ആവാനുള്ള അല്ലെങ്കിൽ UN നല്ലൊരു പൊസിഷനിലേക്ക് പോകാനുള്ള ഇന്ത്യക്ക് പവർ ഉണ്ടായിരുന്നെങ്കിൽ ആ തലത്തിൽ UN പ്രധാനപ്പെട്ട ഒരു മെമ്പറായോ ചിലപ്പോൾ UN ജനറൽ സെക്രട്ടറി വരെ ആകാൻ സാധ്യതയുള്ള ഒരാളായിരുന്നു. പക്ഷെ അപ്പോഴൊന്നും കോൺഗ്രസിന് ഇദ്ദേഹത്തിന് ബാക്കപ്പ് കൊടുക്കാൻ പറ്റിയിരുന്നില്ല. അതുകൊണ്ട് മാത്രമാണെന്ന് തോന്നുന്നില്ല, കുറച്ചുകൂടെ നിഷ്പക്ഷമായി അദ്ദേഹം ഇപ്പോൾ പാർട്ടിക്കപ്പുറമായി. ഇപ്പോൾ കോൺഗ്രസിൻ്റെ കാര്യം നമുക്കറിയാം, എന്തെങ്കിലും പറയുമ്പോൾ എല്ലാത്തിനും കയറി ബഹളം വയ്ക്കുന്ന, മെറിറ്റുകൾ പോലും നോക്കാതെ BJPക്കെതിരെ ഏതിനും എതിർപ്പ് പറയുന്ന, മോദിയെ വെറുതെ താറടിക്കുന്ന, അല്ലെങ്കിൽ ഈ ക്ലീഷേ ആയിട്ടുള്ള ഒരു പ്രതിപക്ഷം എന്ന രീതിയിൽ മാത്രമാണ് കോൺഗ്രസ് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഇത്തവണ രാഹുൽ ഗാന്ധി വരുന്നു, അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധിയൊക്കെ വരുന്ന സമയത്ത് പോലും തുടക്കത്തിൽ ഒരുപാട് പ്രശ്നങ്ങളെല്ലാം തന്നെ ഇവർ കുറേ പ്രച്ഛന്നവേഷമൊക്കെ നടത്തി, പ്രതിഷേധം വരുമ്പോൾ ബ്ലാക്ക് ഇടുന്നു, അംബേദ്കറിനെ പറഞ്ഞപ്പോൾ നീല ഇടുന്നു എന്നൊക്കെ രീതിയിൽ മാത്രം വരികയും ഇപ്പം മെറിറ്റുള്ള പല വിഷയങ്ങളിലും, ഇപ്പോൾ വഖഫ് ഭേദഗതി ബില്ലിനകത്തൊക്കെ ആണെങ്കിൽ പോലും അതിലൊക്കെ ഒരു ഇടപെട്ടുകൊണ്ട് സംസാരിക്കാതെ, അത് ഞാൻ പറഞ്ഞ മെറിറ്റില്ലാതെ കേവലം രാഷ്ട്രീയം എന്ന രീതിയിലേക്ക് മാത്രം, അത് ഞാൻ പറയുന്ന പോലെ 3ാം കിട രാഷ്ട്രീയം മാത്രം കളിക്കുന്ന കോൺഗ്രസിനെ സത്യത്തിൽ ശശി തരൂരിനെ പോലെയുള്ള ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ലെന്ന് വേണം മനസ്സിലാക്കാൻ. ഇവിടെ നമ്മൾ ശശി തരൂരിന്റെ ഒരു വ്യക്തിത്വം നോക്കിയാൽ ഞാൻ അങ്ങനെയാണ് അടിസ്ഥാനം മനസ്സിലാക്കിയിട്ടുള്ളത്. ശശി തരൂർ ആദ്യമായിട്ടൊന്നും അല്ല മോദിയെ പുകഴ്ത്തുന്നത്, നമുക്ക് എല്ലാവർക്കും അറിയാം. മാത്രമല്ല ഏറ്റവും കൂടുതൽ കേരളത്തിൽ ജനവിരുദ്ധത നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് പോലും പിണറായി വിജയൻ സർക്കാർ 2ാം പ്രാവശ്യം വിജയിച്ച് കയറിയപ്പോൾ പ്രകീർത്തിക്കാനും അദ്ദേഹം മറന്നിട്ടില്ല. മാത്രമല്ല നരേന്ദ്രമോദിയെ വിമർശിച്ചിട്ട് പാരഡോക്സിക്കൽ പ്രൈം മിനിസ്റ്റർ എന്ന് പറഞ്ഞൊരു പുസ്തകം അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതിനകത്ത് മോദിക്കെതിരെ കടുത്ത ഭാഷയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതിനകത്ത്
അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു വ്യക്തിയുടെ നിലപാട്, നമ്മുടെ നിലപാടുകൾ ഒരിക്കലും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ചേർന്നത് കൊണ്ട് അടിയറവ് വെക്കേണ്ടതല്ല. നമ്മുടെ അഭിപ്രായങ്ങൾ എപ്പോഴും വ്യത്യസ്തമായിരിക്കാം. അപ്പൊ ഒരു രാഷ്ട്രീയ പാർട്ടി ലൈനിന് വേണ്ടി മാത്രം ഒതുങ്ങി അതിനനുസരിച്ച് മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ എന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല. നമ്മളിപ്പോൾ മോഹൻലാൽ സിനിമ അഭിനയിക്കുന്നുണ്ട്, ഇനി ക്രിക്കറ്റ് കളിക്കാൻ പോകാൻ പാടില്ല എന്ന് പറയുന്നത് തുല്യമായി പോയി ഇത്. അപ്പൊ നമ്മൾ ഒരാളുടെ ഇഷ്ടമാണ്. അപ്പൊ നമുക്ക് ഇനിയുള്ള കാലത്ത് അങ്ങനത്തെ ഒരു പൊളിറ്റിക്സെ നിലനിൽക്കുകയുള്ളൂ. അപ്പം നമ്മൾ ശത്രുവിനെ എപ്പോഴും നമ്മൾ കുറ്റം പറഞ്ഞുകൊണ്ടേ ഇരിക്കുക എന്നുള്ള അവരുടെ നല്ല കാര്യങ്ങൾ കൂടി പറയുക. ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പൊ യുക്രൈൻ റഷ്യ ഇന്ത്യയുടെ നയത്തെക്കുറിച്ച്, വിദേശ നയത്തെക്കുറിച്ചൊക്കെ അത് ഇറ്റ്സ് എവിഡന്റ് അല്ലേ. നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് പറയുകയും എങ്കിൽ മാത്രമാണ് മോശമാണെന്ന് പറയുമ്പോൾ ആളുകൾ ശ്രദ്ധിക്കുകയുള്ളൂ. നമ്മൾ ഒരിടത്തെ പൂർണ്ണമായി എല്ലാത്തിനെയും വിമർശിക്കുന്ന ഒരാളെ അയാൾ എല്ലാത്തിനോടും അങ്ങനെയാണെന്നൊരു ആറ്റിറ്റ്യൂഡ്, പക്ഷെ നല്ലതിന് നല്ലതാണെന്നും മോശം കാര്യങ്ങളിൽ പോസിറ്റീവ്ലി ക്രിറ്റിസിസം നടത്തുക എന്നുള്ളതാണ് ഒരു രാഷ്ട്രീയ പക്വത. അത് ശശി തരൂരിനുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ആയിരിക്കണം. മാത്രമല്ല അദ്ദേഹത്തിന് അമേരിക്കയിലോട്ടൊക്കെ പോകാനായിട്ടാണ് ഇപ്പം പറഞ്ഞിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഇന്ത്യ പാകിസ്ഥാന്റെ ടെററിസത്തെ എക്സ്പോസ് ചെയ്യാണ് ലോകത്തിന് മുന്നിൽ. അപ്പം അത് പറയാൻ കേപ്പബിലിറ്റി ഉള്ള ഒരാളെ, ഇപ്പം അവർക്ക് ജയശങ്കറിനെയോ അല്ലെങ്കിൽ ആരെയാണ് ഇല്ലാത്തത്. അപ്പം അതിന് പകരമായി ശശി തരൂരിനെ എടുക്കുന്നതിന് മുന്നിൽ ഒരു രാഷ്ട്രീയം ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? രാഷ്ട്രീയം നമുക്ക് അങ്ങനെ പറയേണ്ട കാര്യം അതിനുള്ള നേരത്തെ പറയുന്നത് തന്നെ കേപ്പബിലിറ്റി ഉണ്ട്. മാത്രമല്ല അദ്ദേഹം പ്രവർത്തിച്ച് പരിചയം. നമുക്കൊരു ഭാഷ ഇറങ്ങിയിട്ട് മാത്രം കാര്യമില്ല, ഡീൽ ചെയ്യണ രീതിയുണ്ട്. ഇപ്പൊ വിദേശകാര്യ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഡീൽ ചെയ്യണ ഒരു രീതിയുണ്ട്. അതിന് ഏറ്റവും യോഗ്യനാണ് ശശി തരൂർ. നമുക്ക് ഇപ്പോൾ സാധാരണക്കാരൻ പോകണമെങ്കിൽ അവിടുത്തെ ഇപ്പം വേറൊരാളെ ആശ്രയിച്ചായിരിക്കും മറ്റിടത്ത് എത്തപ്പെടുന്നത്. പക്ഷെ ശശി തരൂർ ഇവിടെയൊക്കെ നേരത്തെ ബന്ധങ്ങളുള്ളതാണ്. അതുപയോഗിച്ച് അദ്ദേഹത്തിന് കാര്യങ്ങൾ കൈകാര്യം എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അങ്ങനത്തെ കുറച്ച് കാലം അപ്പോൾ നമ്മൾ വെറുതെ ഒരാളെ ഇപ്പം നമുക്ക് നേരത്തെ കുറേ പേര് പറയുന്നുണ്ട്, ഇപ്പം മോദി സർക്കാരിന് വരാൻ വേണ്ടി അതിൽ അദ്ദേഹത്തിന്റെ ചായ ഉള്ളതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനത്തെ ഒരു ഇതൊക്കെ കൊടുക്കുന്നതെന്ന് പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെയൊന്നും ഒരിക്കലല്ല. അദ്ദേഹത്തിനുള്ള സ്കില്ലുള്ളതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇത് കിട്ടുന്നത്. അത് മനസ്സിലാക്കിയത്. നമ്മൾ അനാവശ്യമായിട്ട് ഇതിനകത്തൊരു വിവാദം ഉണ്ടാക്കുന്നതിന്റെ ആവശ്യമൊന്നുമില്ല. അദ്ദേഹത്തിന് സ്കില്ലുണ്ട് അതിനകത്ത്. പിന്നെ ഞാൻ പറയുന്നത്, ഇൻ കേസ് അദ്ദേഹം BJP പോയാൽ പോലും അദ്ദേഹത്തിന്റെ ചോയ്സ് ആയിട്ട് അത് പരിഗണിക്കണം തന്നെയാണ്. ഇപ്പോൾ ഒരാളുടെ ഇഷ്ടമാണല്ലോ ഏത് പാർട്ടിയിൽ ഏത് എവിടെ നിലനിൽക്കണം എന്നുള്ളത്. അപ്പോൾ ആ രീതിയിൽ പോയാൽ പോലും BJPക്കാർ അദ്ദേഹത്തെ പൂർണ്ണമായ അർത്ഥത്തിൽ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. കാര്യം അവരെ സംബന്ധിച്ചിടത്തോളം ബൗദ്ധികപരമായി കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു എഫിഷ്യൻ്റ് ആയ ഒരു നേതാവ് വരുന്നത് BJP അഡീഷണൽ ഒരു ക്വാളിറ്റി ആയിട്ട് അവരെ എടുക്കുകയും ചെയ്യും. ഇവിടുന്ന് ഒരു, അതായത് കോൺഗ്രസിൽ നിന്നും കണ്ടമാനം ഒരു പ്രഷറും, അതായത് ലക്ഷ്മണരേഖ, അതെ, അങ്ങനത്തെ ഉള്ള പ്രസ്താവനകൾക്കിടയിൽ നിന്നും ശശി തരൂരിനെ പോലെ ഒരാൾക്ക് BJP കുറച്ചുകൂടെ സ്വാതന്ത്ര്യം ഉണ്ടാവുകയും അദ്ദേഹത്തിന് എന്താ പറയാ ചിറകുകൾ വിടർത്തി പറക്കാന്നൊക്കെ നമ്മൾ കുറച്ച് കാൽപ്പനികമായൊക്കെ പറഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു എസ് പറഞ്ഞാൽ മതി കാര്യങ്ങളൊക്കെ. മാത്രമല്ല അദ്ദേഹത്തിന് രാഷ്ട്രീയം വന്ന കാലത്ത് തന്നെ പറയുന്നത്, ഞാനൊരു ഹിന്ദുവാണ്, ഒരു ദേശീയവാദിയാണ്, പക്ഷെ ഒരു ഹിന്ദു ദേശീയവാദി അല്ല എന്ന് അദ്ദേഹം കൃത്യമായിട്ട് പറയും. അതിനകത്ത് തന്നെ അദ്ദേഹത്തിന് പൊളിറ്റിക്സ് ഉണ്ട്. ഞാൻ കോൺഗ്രസിനോട് അദ്ദേഹത്തിന് അത്രയും ഇപ്പൊ എനിക്കൊന്ന് ഇപ്പോഴുള്ളതിനേക്കാൾ ആത്മാർത്ഥത, അല്ലെങ്കിൽ ഇതിനു മുമ്പേ തന്നെ അദ്ദേഹത്തിന് പോകാൻ പറ്റുമായിരുന്നു. മാക്സിമം പിടിച്ചു നിൽക്കുന്നുണ്ട് അദ്ദേഹത്തെ ഇപ്പോൾ പറയട്ടെ, ഇപ്പം ഇന്ത്യയുടെ ആശയങ്ങൾ എപ്പോഴും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഇപ്പോൾ തന്നെ നടത്തിയ പരാമർശങ്ങൾ മോദിയും ഇന്ദിര എന്താണ് അതിനകത്ത് ഡിഫറൻഷിയേറ്റ് പറയുമ്പോൾ രണ്ട് ഇതാണ് കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞു മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും അംഗീകരിക്കാൻ സാധാരണക്കാർക്ക് സാധാരണ കോൺഗ്രസ് പ്രവർത്തകർക്കോ അല്ലെങ്കിൽ അതിനകത്തുള്ളവർക്കോ മനസ്സിലായിട്ടില്ല. മാത്രമല്ല അദ്ദേഹം അങ്ങനെ ഒരു നിലപാട് എടുത്തത് കൊണ്ടാണ് ഇപ്പോൾ ഗാന്ധി കുടുംബത്തിൽ നിന്നല്ലാതെ ഒരു കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് ഒരാൾ എത്തിയത്. അതുകൂടെ അപ്പൊ അദ്ദേഹം അതിനുവേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് കിട്ടിയില്ല എങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ഇടപെടലുകളാണ് അതിനെ സ്വാധീനിച്ചിട്ടുള്ളത്. അപ്പം ശക്തമായ ശബ്ദങ്ങൾ ഒരിക്കലും അടിച്ചമർത്താൻ പറ്റില്ല എന്നുള്ളതിന്റെ കോൺഗ്രസിൽ നിന്ന് പഠിക്കുന്ന എനിക്ക് പ്രതീക്ഷയൊന്നുമില്ല. എന്തായാലും ഇതൊരു വഴിത്തിരിവാകട്ടെ എന്നാണ് പറയാനുള്ളത്.